जगेगा, मानव का विश्वास जगेगा। हिंदू जगे तो विश्व जगेगा, मानव का विश्वास जगेगा। മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ മാസം മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ടൈമിൽ നാഷണൽ കൗൺസിൽ ഓഫ് കേരള ഹിന്ദു ഹെറിറ്റേജ് അവർ UK ഡർബി എന്ന സ്ഥലത്ത് ഒരു ഏകദിന ശിബിരം നടത്തുന്നു എന്ന് എന്നെ അറിയിക്കുകയുണ്ടായി. ആ ശിബിരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു സന്ദേശം അതിൻ്റെ കൺവീനറും അറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സദസ്സിൽ ഞാൻ നേരിട്ട് വന്ന് ഒരു ക്ലാസ് എടുക്കണമെന്ന് കുറച്ചാഴ്ചകൾക്ക് മുമ്പ് പറയുകയുണ്ടായി. കേരളത്തിൽ 22, 23, 24, 25 തീയതികളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രഭാഷണങ്ങൾ 3-4-5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അത് ഫിക്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരിക്കലും പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളായ നിങ്ങൾക്ക് ഒരു സന്ദേശം യൂട്യൂബിലൂടെ നൽകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഡർബിയിലെ യുണൈറ്റഡ് കിങ്ഡത്തിലെ ഡർബിയിലെ 23-ാം തീയതി മെയ് 23-ാം തീയതി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഒരു സന്ദേശം സമർപ്പിക്കുകയാണ്. ധാരാളം വ്യക്തികൾ അടുത്ത കാലത്തായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? സനാതനധർമ്മത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? സനാതനധർമ്മം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എവിടെ നിന്നാണ് പഠനം ആരംഭിക്കേണ്ടത്? ഇങ്ങനെയുള്ള അനവധി ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കെല്ലാം യൂട്യൂബിൽ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും വളരുന്ന തലമുറയ്ക്ക് മനസ്സിലാക്കാൻ പാകത്തിന് ഒന്ന് സംക്ഷിപ്തമായിട്ട് ഹിന്ദു ധർമ്മം വിവരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ധർമ്മത്തെ 4ആയിട്ട് തിരിക്കാം. നമ്മുടെ ധർമ്മത്തെ 4ആയിട്ട് തിരിച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമുണ്ട്. അതിലൊന്ന് നമ്മുടെ ലിറ്ററേച്ചർ, ഹിന്ദു ലിറ്ററേച്ചർ. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്നതാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങൾ ഇപ്പോഴും ധാരാളം വ്യക്തികൾ പഠിച്ച് വ്യത്യസ്ത ഭാഷകളിൽ കമന്ററികളും സബ് കമന്ററികളും എഴുതാറുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഇന്നത്തെ അൾട്രാ മോഡേൺ മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ആയിരക്കണക്കിന് കഥകളുണ്ട്. MBA പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അറിയാം, ഇന്ന് ബിസിനസ് മാനേജ്മെന്റിന്റെ ആദ്യത്തെ തത്വം എന്ന് പറയുന്നത്
learning and teaching through stories, learning and teaching through experiences of people, learning and teaching through messages, സന്ദേശങ്ങൾ കൊടുത്ത്, and learning and teaching through the truth and fact of life. നമ്മുടെ സനാതന ധർമ്മം പഠിക്കാൻ ആഗ്രഹമുള്ളവര്, ഞാൻ കുറേയധികം സനാതന ധർമ്മ ഗ്രന്ഥങ്ങളാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞാൻ എൻ്റെ പല ക്ലാസ്സുകളിലും പറയാറുണ്ട്, പുരാണ കഥകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമെങ്കിൽ കഥകളിലൂടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ പഠിക്കുക. അനുഭവങ്ങളിലൂടെയാണ്, മറ്റുള്ളവരുടെ അനുഭവങ്ങളിലൂടെയാണ് ഹിന്ദുധർമ്മം, ജീവിത സത്യങ്ങൾ, മൂല്യാധിഷ്ഠിത ജീവിതം പഠിക്കാൻ ആഗ്രഹമെങ്കിൽ മഹാഭാരതവും രാമായണവും പഠിക്കാം. ഈ പുരാണങ്ങൾക്കകത്തും മഹാഭാരതത്തിനകത്തും രാമായണത്തിനകത്തും കഥകളും അനുഭവങ്ങളും മാത്രമല്ല, അതിനകത്തും ഉപദേശങ്ങളുണ്ട്. അതിനകത്തും ജയപരാജയങ്ങളുടെ വിവരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ വ്യത്യസ്ത രീതിയിൽ അതിനകത്ത് പറയുന്നുണ്ട്. അതിൽ നിന്ന് നമുക്കെടുക്കാം. വേദങ്ങളുണ്ട്. വേദങ്ങളിൽ പാപപുണ്യങ്ങളെ കുറിച്ച് പറയണില്ല, സ്വർഗ നരകങ്ങളെ കുറിച്ച് പറയണില്ല. അതിനകത്തുള്ളത് ഉപദേശങ്ങൾ മാത്രം. അങ്ങനെ വേദം പഠിക്കണമെന്നുള്ളവർക്ക് വേദത്തിലൂടെ പോകാം. ജീവിത യാഥാർത്ഥ്യങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെ പഠിക്കണമെന്നുള്ളവർക്ക് ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ദ ഫാക്ട് ആൻഡ് ട്രൂത്ത് അബൌട്ട് ലൈഫ്. അത് പഠിക്കണമെന്നുള്ളവർക്ക് ഉപനിഷത്തുകളിലൂടെ പഠിക്കാം. അപ്പോ നമ്മുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി അനുസരിച്ച്, നമ്മുടെ തിങ്കിങ്ങിനുള്ള കാലിബർ അനുസരിച്ചിട്ട്, റാഷണൽ, അനാലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇവാലുവേഷന് നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടോ അതനുസരിച്ച് ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ആയിരക്കണക്കിന് ആചാര്യന്മാര്, അത് ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയ ഗ്രന്ഥങ്ങളാണ്. ഒരാചാര്യൻ എഴുതിയതല്ല, ആയിരക്കണക്കിന് ആചാര്യന്മാർ എഴുതിയതാണ്. ഒരു വിഷയമല്ല, മനുഷ്യരാശിക്ക് വൈവിധ്യമാർന്ന വിഷയങ്ങളിലാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് ആ വിഷയങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഇങ്ങനെയുള്ള ഈ ഗ്രന്ഥങ്ങളിൽ ധാരാളം ആചാരങ്ങൾ പറയുന്നുണ്ട്. പലതരത്തിലുള്ള വിചാരങ്ങൾ, തോട്ട്സ് അത് പറയുന്നുണ്ട്. പലതരത്തിലുള്ള വിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ബിലീഫ്സ്. അതുപോലെ തന്നെ സങ്കല്പങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, കൺസെപ്റ്റുകളെ കുറിച്ചിട്ട്. പല 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 കഥകളുണ്ട്, സ്റ്റോറീസ്. പല വ്യക്തികളുടെയും അനുഭവങ്ങളുണ്ട്, എക്സ്പീരിയൻസസ്. 10,000കണക്കിന് ഉപദേശങ്ങളുണ്ട്, മെസ്സേജസ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും അപ്പുറത്ത് 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിൽ ഒരു ജന്തുവായ മനുഷ്യന് ഏതെല്ലാം വിധത്തിലുള്ള പരിമിതികളുണ്ട്, ഏതെല്ലാം വിധത്തിലുള്ള അച്ചീവ്മെന്റുകളും ക്വാളിറ്റികളും ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ജീവിതം എന്താണ്, അതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം പറയുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഗ്രന്ഥങ്ങൾ പഠിച്ച് സനാതന ധർമ്മം അറിയണമെന്നുള്ളവർക്ക് ഒറിജിനൽ ഗ്രന്ഥങ്ങളിലേക്ക് പോയാൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവനും വേണ്ടിവരും അത് പഠിക്കാൻ. ഇപ്പൊ 24,000 ശ്ലോകങ്ങളുള്ള രാമായണം അതത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, വായിച്ചു മനസ്സിലാക്കാനുള്ള സമയം ഉണ്ടായിന്ന് വരില്ല. ഇപ്പൊ രാമായണത്തിലെ ഉപദേശങ്ങളും രാമായണത്തിലെ അനുഭവങ്ങളും, രാമായണത്തിലെ കഥകളില്ല, അത് ചെറിയ ചെറിയ പുസ്തകങ്ങളിലായിട്ട് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടത് എടുക്കുക, വേണ്ടാത്തത് കളയാം. അതുപോലെ മഹാഭാരതം 1,25,000 ശ്ലോകങ്ങളുള്ള ഗ്രന്ഥമാണ്. അത് മുഴുവനും വായിക്കാൻ സാധിക്കില്ല, കുറെ അധികം സമയം വേണം.
അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ജനതയ്ക്ക് വേണ്ടി എഴുതിയതിൽ നിന്ന് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അതിൽ നിന്ന് എന്തെല്ലാം എടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ മഹാഭാരതത്തിലെ സംക്ഷിപ്തങ്ങൾ അടങ്ങിയ അബ്സ്ട്രാക്റ്റുകൾ അടങ്ങിയ ഇഷ്ടമായി പുസ്തകങ്ങളുണ്ട്, എല്ലാ ഭാഷകളിലും ഉണ്ട്. അതെടുക്കാം. പുരാണ കഥകൾ, ചരിത്രങ്ങളെല്ലാം ചെറിയ ചെറിയ കഥകളിൽ രാജാക്കന്മാരുടെ കഥ, മനുഷ്യരുടെ കഥ, ഋഷിമാരുടെ കഥ, ഈ കഥകളെല്ലാം ഒരു ലക്ഷ്യമേ ഉള്ളൂ: മനുഷ്യന്റെ മനസ്സിൽ മാറ്റം വരുത്താം. അനുഭവങ്ങൾ പഠിപ്പിക്കുന്നതിലും ഒരു ലക്ഷ്യമാണുള്ളത്, ഉപദേശങ്ങൾ കൊടുക്കുന്നതിലും ഒരു ലക്ഷ്യമാണുള്ളത്. ജീവിത യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉപനിഷത്തുക്കൾക്കും ഒരു ലക്ഷ്യമാണുള്ളത്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് ആചാര്യന്മാർ എഴുതിയപ്പോ അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഇത് വായിക്കുന്നവരെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം അല്ല, മറിച്ച് ഇത് വായിക്കുന്നവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും ഇല്ലാതെയാക്കിയിട്ട് ഈ ഭൂമിയിൽ സ്വർഗസമാനമായ ജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കണം. ക്രിയേറ്റിംഗ് എ ഹെവൻ ഇൻ ദിസ് വേൾഡ്, നോട്ട് ടു ടേക്ക് യു ടു എ ഹെവൻ വിച്ച് ഈസ് ബിയോണ്ട് ദിസ് വേൾഡ്. അപ്പൊ നമ്മളുടെ ജീവിതത്തില് സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ 5 വാക്കുകളിൽ അധിഷ്ഠിതാണെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് മനസ്സ്, മൈൻഡ്, അതിൽ നിന്ന് തോട്ട്സ്, ചിന്തകള്, അതിൽ നിന്ന് ആക്ഷൻസ്, കർമ്മങ്ങള്, പിന്നെ ഓട്ടോമാറ്റിക്കലി കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ കർമ്മഫലങ്ങളും കർമ്മപ്രതിഫലങ്ങളും. ഇപ്പം മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, റിസൾട്ട്, റിവാർഡ്. ഗുഡ് മൈൻഡ്, ഗുഡ് തോട്ട്സ്, ഗുഡ് ആക്ഷൻ, ഗുഡ് റിസൾട്ട്, ഗുഡ് റിവാർഡ്. ബാഡ് മൈൻഡ്, ബാഡ് തോട്ട്സ്, ബാഡ് ആക്ഷൻ, ബാഡ് റിസൾട്ട്, ബാഡ് റിവാർഡ്. ഇതിന് മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മനസ്സ്, ചിന്തകള്, കർമ്മം, കർമ്മഫലം, കർമ്മപ്രതിഫലം. നല്ല മനസ്സിലെന്താ മലയാളത്തിൽ പറയാ? സന്മനസ്സ്. അതിൽ നിന്ന് സത്ചിന്തകള്, അതിൽ നിന്ന് സത്കർമ്മങ്ങള്, അതിൽ നിന്ന് സത്കർമ്മഫലങ്ങള്, അതിൽ നിന്ന് സത്കർമ്മ പ്രതിഫലങ്ങള്. സന്മനസ്സ്, സത്ചിന്തകള്, സത്കർമ്മങ്ങളുടെ മറ്റൊരു പേരാണ് പുണ്യകർമ്മങ്ങള്. സത്കർമ്മ ഫലങ്ങളുടെ മറ്റൊരു പേരാണ് പുണ്യം. സത്കർമ്മ പ്രതിഫലത്തിന്റെ മറ്റൊരു പേരാണ് സ്വർഗം. അപ്പൊ സന്മനസ്സ്, സത്ചിന്തകള്, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. ദുർമനസ്സ്, ദുഷ്ചിന്തകള്, പാപകർമ്മം, പാപം, നരകം. അപ്പൊ നരകത്തെ സ്വർഗമാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? പാപത്തെ പുണ്യമാക്കി മാറ്റണം. അപ്പൊ പാപകർമ്മത്തെ പുണ്യകർമ്മമാക്കി മാറ്റണം. അപ്പൊ ദുഷ്ചിന്തകളെ സത്ചിന്തകളാക്കി മാറ്റണം. അപ്പൊ ദുർമനസ്സിനെ സന്മനസ്സാക്കി മാറ്റണം. ഇപ്പൊ ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ് ആക്കാൻ ലോകത്തില് ഒരേ ഒരു വഴിയേ ഉള്ളൂ: ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ്. ധാരാളം നന്മകൾ കേൾക്കുക. അത് കഥകളായിട്ട് കേൾക്കുക, അനുഭവങ്ങളായിട്ട് കേൾക്കുക, ഉപദേശങ്ങളായിട്ട് കേൾക്കുക, ജീവിത സത്യങ്ങളായിട്ട് കേൾക്കുക. ഇപ്പൊ കേൾക്കാൻ മാത്രം പോരാ, കാണണം. നല്ല സിനിമകളുണ്ട്, കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സിനിമകള്, അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സിനിമകള്, ഉപദേശങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കുന്ന സിനിമകള്, ജീവിത യാഥാർത്ഥ്യങ്ങള് സിനിമകളിലൂടെ പറഞ്ഞു കൊടുക്കുന്നതുണ്ട്. അപ്പോ ലിസണിങ് ദ സ്റ്റോറീസ്, ലിസണിങ് ദ എക്സ്പീരിയൻസസ്, ലിസണിങ് ദ മെസ്സേജസ് ആൻഡ് ലിസണിങ് ദ ട്രൂത്ത് അബൌട്ട് ലൈഫ്. അതുപോലെ വാച്ചിങ്, അതുപോലെ ഡിസ്കസിങ്, അതുപോലെ തിങ്കിങ്. അതിനാണ് ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി അനുസരിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാഷണൽ അനാലിറ്റിക്കൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട്, ലോജിക്കൽ ഇവാലുവേഷനുള്ള കാലിബർ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപനിഷത്തുക്കൾ മാത്രം പഠിക്കണമെങ്കിൽ പഠിക്കാം, അല്ല വേദങ്ങൾ പഠിക്കണമെങ്കിൽ പഠിക്കാം. ഏത് ജനതയ്ക്കും വേദം പഠിക്കാം. ഞാൻ അടുത്ത കാലത്ത് നാസയിൽ പോയപ്പോ, അമേരിക്കയിലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ പോയപ്പോ ഇവിടുത്തെ ധാരാളം വ്യക്തികൾ വേദമന്ത്രങ്ങളെ കേട്ടുകൊണ്ടാണ് റിസർച്ച് നടത്തുന്നതെന്ന് അറിഞ്ഞു.
ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് കണ്ടു. അപ്പൊ അവര് പറയുന്നത് MBAയുടെ സിലബസിന്റെ ഭാഗമാണ് ഭഗവത്ഗീത എന്നാണ്. ഏറ്റവും അധികം ഡെവലപ്ഡ് നേഷനായിട്ടുള്ള അമേരിക്കയില് 186 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. മഹാഭാരതത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മളുടെ ഗ്രന്ഥങ്ങള് ശരിക്ക് ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ് the messages from the stories, from the experiences, from the messages and from the truth and fact of the life. അതിനുവേണ്ടിയാണ് ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. നിങ്ങളും ഈ ഗ്രന്ഥങ്ങൾ പഠിക്കണം. മുഴുവനും വായിക്കാനുള്ള ക്ഷമയും സമയവും അതിനുള്ള ഇച്ഛാശക്തിയും ഉണ്ടായി എന്ന് വരില്ല. അപ്പൊ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അബ്സ്ട്രാക്ട് എഴുതിയിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്, എല്ലാ ഭാഷകളിലും ഉണ്ട്. ഇപ്പൊ ഹിന്ദു ധർമ്മം പഠിക്കണമെന്നുള്ളവരുടെ ഒരു പാത്വേ നമ്മുടെ ലിറ്ററേച്ചർ പഠിക്കുക. 2, നമ്മുടെ കസ്റ്റംസ് ആൻഡ് റിച്വൽസ് പഠിക്കുക. ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്. അത് ഭക്തിയുടെ മാത്രം അടിസ്ഥാനത്തിൽ പഠിച്ചാൽ പോരാ. ആചാരങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അതിനെ അനാചാരങ്ങള്, ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത കുറെ ആചാരങ്ങളുണ്ട്. We are living in the 21st century. The customs and rituals which are not relevant to the 21st century, that should be discarded. അതുപോലെ ചില ദുരാചാരങ്ങളുണ്ട്, ശരിക്കും സൂപ്പർസ്റ്റിഷ്യൻസ് ആണ് അതിലുള്ളത്. അത് നമ്മൾ മാറ്റണം. അപ്പൊ ചില ആചാരങ്ങൾ അനാചാരങ്ങളാണെന്നും ചില ആചാരങ്ങൾ ദുരാചാരങ്ങളാണെന്നും ഇതൊന്നും നമ്മുടെ പൂർവികര് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതല്ല. ഇടക്കാലത്ത് ചിലര് ചേർത്തേക്കണതാണ്. ഇപ്പോഴും ചിലര് ചേർക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിൽ വരികയാണെങ്കിൽ അറിയാം, ഈ ദേവപ്രശ്നം വെക്കുന്നതിന്റെ പേരില് കുറേ അധികം ജ്യോതിഷന്മാര് മനുഷ്യരെ പറ്റിക്കുന്നത്. എല്ലാ ജ്യോതിഷന്മാരും മനുഷ്യരെ പറ്റിക്കുന്നില്ല. ജാതകത്തിന്റെ പേരിൽ പറ്റിക്കുന്നുണ്ട്, എല്ലാവരും പറ്റിക്കുന്നില്ല. ധനാകർഷണ ഭൈരവ യന്ത്രം എന്ന പേരിൽ പറ്റിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും നമ്മുടെ പൈതൃകത്തിലില്ല. വലമ്പിരി ശംഖ് വെച്ച് ഐശ്വര്യം ഉണ്ടാക്കുക. വലമ്പിരി ശംഖ് വെച്ചാലൊന്നും ഐശ്വര്യം ഉണ്ടാവില്ല. അതുപോലെ മേരു യന്ത്രം വെച്ചിട്ട് സമ്പത്ത് വരുത്തുക, ഇതൊക്കെ ശുദ്ധ പറ്റിക്കല. ഇതൊന്നും നമ്മുടെ പൂർവികർ ചെയ്തേക്കണതല്ല. ഇത് ഇടക്കാലത്ത് കഴിഞ്ഞ 10 വർഷം 20 വർഷം 25 വർഷം കൊണ്ട് ഓരോരുത്തർ ബിസിനസിന്റെ പേരിൽ എക്സ്പ്ലോയിറ്റേഷനാണ്. മെഡിക്കൽ സയൻസിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. അതുപോലെ തന്നെ പല സയന്റിഫിക് തിയറി ഉണ്ടാക്കുന്നതിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. പലതരത്തിലുള്ള പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിൽ വേൾഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. പലതരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കി വിൽക്കുന്നതിൽ വേൾഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ വേൾഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നത് എല്ലാ മണ്ഡലത്തിലും ഉള്ളതുപോലെ, എല്ലാ മതത്തിലും ഉള്ളതുപോലെ ഇവിടെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഇടക്കാലത്ത് നമ്മുടെ കുറെ പേര് ചേർത്തിട്ടുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ബിസിനസ് ആക്കിയിട്ട്. അപ്പോ അതല്ലാത്ത കുറെ ആചാരങ്ങളുണ്ട്. അതിനെ നമ്മൾ സദാചാരം എന്ന് പറയും. ഒരാചാരം സദാചാരമാണോ എന്ന് എങ്ങനെയാ അറിയാം? നിങ്ങൾ തന്നെ ചിന്തിക്കണം. ആചാര്യ പാദമാദത്തെ പാദം ശിഷ്യസ്വമേധയാ പാദം സബ്രഹ്മചാരിഭ്യ ശേഷം കാലക്രമേണ ച. ആചാര്യന്മാർ പറഞ്ഞതിൽ നിന്ന് കാൽഭാഗമെടുക്കാം. കാൽഭാഗം നിങ്ങൾ തന്നെത്താനെ ചിന്തിക്കാം. കാൽഭാഗം മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്ത് മനസ്സിലാക്കാം. അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും നടത്താം. ഇപ്പൊ 1 quarter you have to take from the teacher, 2nd quarter you have to make by yourself, 3rd quarter you should acquire by discussing with others, and the last quarter of the knowledge you can acquire through the process of your living by addition, deletion, modification and correction. അപ്പൊ ഇതില് നമ്മൾ എങ്ങനെയാ ചെയ്യാം? മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ബെനിഫിറ്റ് തരുന്ന ആചാരങ്ങളെയാണ് നമ്മൾ സദാചാരങ്ങൾ എന്ന് പറയാം. സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ബെനിഫിറ്റ് ആയിരിക്കണം, ടെമ്പററി ബെനിഫിറ്റ് അല്ല. മനസ്സിന് ബാഡ് മൈൻഡ് ടു ഗുഡ് മൈൻഡ്, ആൻഡ് ദ മൈൻഡ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്,
and a tension-full mind to tension-less mind. അസതോമ സദ്ഗമയ, തിന്മയിൽ നിന്ന് മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോവാം. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവാം. മൃത്യോർമ അമൃതം ഗമയ, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് കൊണ്ടുപോകാൻ ധാരാളം ആചാരങ്ങളുണ്ട്. കഥകൾ കേൾക്കുക, അനുഭവങ്ങൾ കേൾക്കുക, ഉപദേശങ്ങൾ കേൾക്കുക, ജീവിത സത്യങ്ങൾ കേൾക്കുക, അനുഗ്രഹിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക, ആശ്വസിപ്പിക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ബെനിഫിറ്റ് തരുന്ന ആചാരങ്ങളാണ്. ചില ആചാരങ്ങൾ മനസ്സിനും ശരീരത്തിനും നന്മ തരുന്നുണ്ടാവും. സൂര്യ നമസ്കാരം ചെയ്യാം, യോഗാസനം ചെയ്യാം, രാവിലെ അമ്പലത്തിലേക്ക് നടക്കുക, അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കുക, ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കുക, വ്രതങ്ങൾ അനുഷ്ഠിക്കുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുക. ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കൽ ആവുമ്പോൾ ഹാർട്ടിനുണ്ടാകുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ ഭൂമി തൊട്ട് തലയിൽ വെക്കുക. ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴിക്ക് എർത്ത് ചെയ്തു പോയാൽ കാലിൽ വാതരോഗം ഉണ്ടാവുന്നത് ഒഴിവാകും. കാലാണ് വെക്കുന്നതെങ്കിൽ കാലിലൂടെ ബയോ ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്ത് പോയാൽ വാതരോഗം, വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാവിലെ പല്ല് തേച്ച് കുളിക്കുക, ഇന്റേണൽ ബോഡി ആൻഡ് എക്സ്റ്റേണൽ ബോഡി ക്ലീനിങ്. നല്ലോണം പ്രാർത്ഥിക്കുക, മൈൻഡ് ക്ലീനിങ്. 15 പ്രാവശ്യം ദീർഘശ്വാസം, ഡീപ്പ് ബ്രെത്ത് എടുക്കുക, അത് ലങ്സിന്റെ ക്ലീനിങ്. 4-5 ഗ്ലാസ് വെള്ളം കുടിക്കുക രാവിലെ, ജലപാന വ്രതം, ബ്ലഡ് ക്ലീനിങ്. സൂര്യ നമസ്കാരം ചെയ്യുക. 186 മൂവബിൾ ജോയിന്റുകള് ഹാർമോണിയസ് എക്സർസൈസിന് വിധേയമാക്കാൻ കിങ് ഓഫ് ദി എക്സർസൈസസ് എന്നാണ് സൂര്യ നമസ്കാരത്തിന് പറയുക. അതേപോലെ മെഡിറ്റേറ്റ് ചെയ്യുക, മൈൻഡ് ക്ലീൻ ആക്കാൻ. പ്രാർത്ഥിക്കുന്നത് മൈൻഡ് ക്ലീൻ ആക്കാനാണ്. അപ്പോ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കാം. സലൈവറി ഗ്ലാൻഡ് ഭക്ഷണം നോക്കിയിരിക്കുമ്പോൾ ആക്റ്റീവ് ആവും. കുറച്ച് മണ്ണിലോ നമ്മൾ കളിക്കുക. ചൊവ്വ വെള്ളി ദിവസങ്ങൾ എണ്ണ തേച്ച് കുളിക്കുക. എല്ലാ ദിവസവും പറ്റുന്നില്ല, ആഴ്ചയിൽ ഒരിക്കലും മാസത്തിലെങ്കിലും എണ്ണ തേച്ച് കുളിക്കാന്ന് വെച്ചാൽ നമ്മുടെ ആചാരത്തിന്റെ ഭാഗം. ലിപ്പോ പ്രോട്ടീൻ നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. നല്ല കാച്ചിയ വെളിച്ചെണ്ണ തേച്ച് കുളിച്ചിരുന്ന കാലം നിങ്ങൾ ലോകത്തിലെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ സാധിക്കുകയാണെങ്കിൽ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതേപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിലിരുന്ന് ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കൽ ആവുമ്പോൾ ഹാർട്ടിന് പ്രഷർ ജർക്ക് ഒഴിവാക്കുന്നത് പോലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് 10 നാമം ജപിച്ച് കിടക്കാൻ പറയും. വെർട്ടിക്കൽ ആയിട്ടുള്ള ബോഡി സഡൻലി ഹൊറിസോണ്ടൽ ആവുമ്പോൾ ഹാർട്ടിന് ഉണ്ടാവുന്ന പ്രഷർ ജർക്ക് ഒഴിവാക്കാൻ. വടക്കോട്ട് തലവെച്ച് കിടക്കുന്നത് ഒഴിവാക്കാം. ഭൂമിയുടെ മാഗ്നറ്റിക് മെറിഡിയന് പാരലായിട്ട് കിടന്നാൽ ഹീമോഗ്ലോബിൻ തലച്ചോറിൽ ബ്ലോക്കഡ് ആവാൻ സാധ്യതയുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കാം. ലിക്കർ ഒഴിവാക്കാം. നിങ്ങൾ ഏത് രാജ്യത്തിൽ താമസിക്കുകയാണെങ്കിൽ ലിക്കറിന്റെ ആവശ്യം നമ്മുടെ ശരീരത്തിന് ഇല്ല. ലിക്കർ ലിവറിനെ അഫക്ട് ചെയ്യുന്നു. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, എവറി നോൺ വെജിറ്റേറിയൻ ഫുഡ് ചേഞ്ചസ് ദി ബയോകെമിസ്ട്രി ഇൻറ്റു നെഗറ്റീവ് എന്നാ പറയാ. ബോഡി ബയോകെമിസ്ട്രി ഇൻറ്റു നെഗറ്റീവ്. ഇൻഡസ്ട്രൈൻ ക്യാൻസറും അതുപോലെയുള്ള സൈക്കോസൊമാറ്റിക് ഡിസീസ് പോലും, സൈക്കോസൊമാറ്റിക് എന്ന് വെച്ചാൽ മാനസിക സംഘർഷത്താൽ ഉണ്ടാവുന്ന ശാരീരിക രോഗങ്ങളാണ്. അതിന് പോലും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കുറെ കാരണമാകുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ നല്ല വെജിറ്റേറിയൻ ഫുഡ്, മദ്യം ഒഴിവാക്കുക, ആചാരങ്ങൾ ശരീരത്തിന് നന്മ വരുത്താനുള്ളതാണ്. നെഗറ്റീവ് എഫക്റ്റുകൾ അതിനകത്തില്ല. പിന്നെ ആചാരങ്ങൾ, ഫാമിലി റിലേഷൻ ബിൽഡിംഗ്, വൈഫ് ഹസ്ബൻഡ്, പാരന്റ്സ് ആൻഡ് ദ ചിൽഡ്രൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇതെല്ലാം പുസ്തകത്തിൽ വായിച്ചു നോക്കിയാലൊന്നും നമുക്ക് നമ്മുടെ ഫാമിലി റിലേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. ഒക്കെ പ്രാക്ടിക്കലായിട്ട് വേണം. ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്. ശരിക്കും രാമായണം വായിക്കുകയാണെങ്കിൽ അതൊരു കുടുംബത്തിന്റെ കഥയാണ്. ദശരഥന്റെ മക്കളുടെ കഥയാണ്. കഥയല്ല, അനുഭവം. രാമന്റെ സഹോദരന്മാരുടെ അനുഭവം, ബാലി സുഗ്രീവ സഹോദരന്മാരുടെ അനുഭവം, അതുപോലെ തന്നെ കുംഭകർണൻ, വിഭീഷണൻ, രാവണന്റെ സഹോദരന്മാരുടെ അനുഭവം. ഇനി ഭാര്യാഭർത്തൃ ബന്ധം നോക്കാം. ദശരഥന്റെ കൈകേയി, സുമിത്ര, കൗസല്യ, ഭാര്യാഭർത്തൃ ബന്ധം. രാമനും സീതയും തമ്മിലുള്ള ബന്ധം, ലക്ഷ്മണനും ഊർമിളയും തമ്മിലുള്ള ബന്ധം, അതുപോലെ തന്നെ ബാലിയും താരയും തമ്മിലുള്ള ബന്ധം, രാവണനും മണ്ഡോദരിയും തമ്മിലുള്ള ബന്ധം, ഇനി അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് ദശരഥനും ദശരഥന്റെ മക്കളുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ബാലിയും അംഗദനുമായിട്ടുള്ള ബന്ധം, രാവണന്റെ മക്കളും മേഘനാഥനുമായിട്ടുള്ള ബന്ധം. ഒരു കുടുംബ ബന്ധം മുഴുവനും രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്.
അതിൽ നന്മ തിന്മകൾ ചെയ്താൽ എങ്ങനെയാണ് ജീവിതത്തിൽ വരിക. ഇതേപോലെ ബ്രദേഴ്സിന്റെ മക്കളാണ് മഹാഭാരതത്തിന്റെ ചരിത്രത്തിന്റെ ആധാരം. വിതുരൻ, പാണ്ഡു, ധൃതരാഷ്ട്രര്. പാണ്ഡുവിന്റെയും ധൃതരാഷ്ട്രന്റെയും മക്കള് ഒരേ വീട്ടിനകത്ത് സഹോദരന്മാരുടെ മക്കളുടെ ജീവിതത്തിലെ നന്മ തിന്മകളാണ് മഹാഭാരതത്തിൽ വിവരിക്കുന്നത്. പിന്നെ നമ്മളുടെ വീട്ടില് ഷോഡശ കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗർഭാധാനം, പുംസവനം, ജാതകർമ്മം, അന്നപ്രാശനം, നാമകരണം, വിദ്യാരംഭം, വിവാഹം, ഉപനയനം ചിലർക്ക്. അങ്ങനെ അതെല്ലാം കുടുംബബന്ധം ദൃഢമാക്കാനുള്ള ആചാരങ്ങളാണ്. അപ്പൊ നമ്മുടെ ആചാരങ്ങളിൽ മനസ്സിന് നന്മ വരുത്തുന്ന ആചാരങ്ങള്, ശരീരത്തിന് ആരോഗ്യം വരുത്തുന്ന ആചാരങ്ങള്, കുടുംബ ബന്ധം ദൃഢമാക്കുന്ന ആചാരങ്ങള്, നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങള് നന്മ വരുത്തുന്ന ആചാരങ്ങൾ. നമുക്ക് സാംസ്കാരിക മൂല്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ നമ്മുടെ പുരോഹിതന്മാരൊന്നുമില്ല. കുറേ അധികം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് കഥകളായിട്ടും അനുഭവങ്ങളായിട്ടും ഉപദേശങ്ങളായിട്ടും ജീവിത യാഥാർത്ഥ്യങ്ങളായിട്ടാണ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്നത്. നമ്മുടെ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രവാദ്യങ്ങള്, ക്ഷേത്ര ആചാരങ്ങള്, ക്ഷേത്രാനുഷ്ഠാനങ്ങള്, ക്ഷേത്ര സാഹിത്യങ്ങള്, ഈ ക്ഷേത്രങ്ങളിലാണ് കലകളെല്ലാം വളർന്നത്. കഥകളിയായാലും ചാക്യാർകൂത്തായാലും നങ്ങ്യാർകൂത്തായാലും ഓട്ടംതുള്ളലായാലും എല്ലാം നല്ല രീതിയിലുള്ള അനവധി തെയ്യങ്ങള് എല്ലാം ക്ഷേത്രകലകളാണ്, ക്ഷേത്രവാദ്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മുടെ സംസ്കാരങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള ഒരു സംസ്കാരം വഴികളുണ്ട്. സംഗീതം പഠിക്കാൻ, നൃത്തം പഠിക്കാൻ എല്ലാം നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളാണ്. അപ്പം മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, പിന്നെ സമൂഹത്തിന്, വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും സേവനം നടത്തണം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ നരസേവ, നാരായണ സേവ, ജനസേവ, ജനാർദ്ദന സേവ, മാനവസേവ, മാധവസേവ എന്ന് നമ്മൾ പറയാറുണ്ട്. വേദത്തിലെ സന്ദേശം തന്നെ സർവേ ഭവന്തു സുഖിനഃ, എല്ലാവരും സുഖമായിരിക്കണം. സർവേ സന്തു നിരാമയ, എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കണം. സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവരും മംഗളകരമായ ജീവിതം നയിക്കുന്നവരാവണം. മാ കശ്ചിത് ദുഃഖ ഭവേ, ലോകത്തിലുള്ള ആരും ഇന്ത്യക്കാരനോ ഇന്ത്യക്കാരനല്ലാത്തവനോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ എല്ലാവരും സുഖമായിരിക്കണം, സന്തോഷവാന്മാരായിരിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പൊ സമൂഹത്തിന്റെ നന്മയ്ക്ക് നമ്മളെല്ലാം ദാനം ചെയ്യുന്ന പതിവുണ്ട്. രക്തദാനം, അതുപോലെ വസ്ത്രദാനം, പശുദാനം, ഭൂമിദാനം, അന്നദാനം, എല്ലാ ദാനവും ഭാരതത്തിലെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് 365 ദിവസവും നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അത് മറ്റുള്ളവർക്കും കൂടി പങ്കുവെക്കുക. അതാണ് ശരിക്കും ദാനം എന്ന് പറയുന്നത്. ഇങ്ങോട്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. അപ്പൊ ഇത് നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്കുള്ള ആചാരങ്ങളാണ്. പിന്നെ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനുള്ള ആചാരങ്ങൾ. നമ്മൾ ഭാരതത്തിലെമ്പാടുമുള്ള പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളിലേക്ക് പോകാറുണ്ട്. മറ്റു പലരും ശബരിമലയിലേക്ക് വരാറുണ്ട്, മറ്റ് സംസ്ഥാനക്കാര്. നമ്മൾ തിരുപ്പതി പോകാറുണ്ട്, അമർനാഥിൽ പോകാറുണ്ട്, നമ്മൾ അതുപോലെ തന്നെ കൈലാസത്തിൽ പോകാറുണ്ട്, വൈഷ്ണോദേവിയിലേക്ക് പോകാറുണ്ട്. ഇവിടെ എല്ലാം പോകുമ്പോഴും ഭാരതീയരെല്ലാം ഒരുമിച്ച് വരും. അപ്പൊ ശരിക്ക് അങ്ങനെയുള്ള ആചാരങ്ങളുണ്ട്. അപ്പോ ആചാരങ്ങൾ മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ. അപ്പൊ ആചാരങ്ങളാണ് നിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിൽ പഠിക്കാൻ താല്പര്യമെങ്കിൽ അത് പഠിക്കാം. നമ്മുടെ ഗ്രന്ഥങ്ങളാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ അത് പഠിക്കാം. ഇനി അതല്ല, നമ്മുടെ ഈശ്വര സങ്കല്പത്തെക്കുറിച്ചാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ നമുക്ക് 5 ലെവലിലുള്ള സ്പിരിച്വാലിറ്റിയാണ് ഉള്ളത്. സാധാരണക്കാരിൽ സാധാരണക്കാരായവരുടെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഗോയിങ് ടു ടെമ്പിൾ ആൻഡ് വർഷിപ്പിംഗ് ദ ടെമ്പിൾ, പുഷ്പാഞ്ജലി കൊടുക്കുക, അർച്ചന നടത്തുക, പ്രദക്ഷിണം വയ്ക്കുക, അമ്പലത്തിൽ പൂജയിൽ പങ്കെടുക്കുക, അത് സാധാരണക്കാരുടെ സ്പിരിച്വാലിറ്റിയാണ്. രണ്ടാമത്തെ ലെവലിലേക്ക് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇന്റേണലി ഒരു ഇൻകാർണേഷൻ, അവതാരമായിട്ട് മാറുന്ന ഒരവസ്ഥ, നമ്മൾ തന്നെ അവതാരമായിട്ട് മാറുന്ന അവസ്ഥ. നിങ്ങളിൽ ചിലരൊക്കെ മാതാ മൃദാനന്ദമയുടെ ആരാധകരുണ്ടാവും. നമ്മളെക്കാളും തികച്ചും വ്യത്യസ്തരാണ് അവര്.
സായിബാബയുടെ ആരാധകരുണ്ടാവും. ജീവിതം മുഴുവനും മറ്റുള്ളവരുടെ വേദനകൾ ഇല്ലാതെയാക്കാനും ദുഃഖമില്ലാതെയാക്കാനും വേണ്ടി അവർ മാറ്റിവെച്ചു. അതുപോലെ വിവേകാനന്ദൻ സനാതന ധർമ്മത്തിന്റെ സന്ദേശം ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. സ്വാർത്ഥപരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. രാമകൃഷ്ണ പരമഹംസർ, രമണ മഹർഷി, അവരൊക്കെ അവതാരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ CV രാമൻ, ഡോക്ടർ APJ അബ്ദുൽ കലാം, അവരൊക്കെ അവതാരങ്ങളാണ്. ആത്മീയ മണ്ഡലത്തിലാണെങ്കിലും അല്ലെങ്കിലും JC ബോസ് എത്രയാ ജീവിതം മുഴുവനും സയൻസിന് വേണ്ടി മാറ്റിവെച്ച ആളാ. സുഭാഷ് ചന്ദ്രബോസ് ജീവിതം മുഴുവനും രാഷ്ട്രത്തിന് വേണ്ടി മാറ്റിവെച്ച ആളാ. ഇവരെല്ലാം ശരിക്കും അവരവരുടെ കർമ്മമണ്ഡലത്തിലെ അവതാരങ്ങളാണ്. അത് രണ്ടാമത്തെ ലെവല്. പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാരം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര്, സരസ്വതി ലക്ഷ്മി പാർവതി, ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി, ഇത് നമ്മളുടെ അകത്തും പുറത്തുമുണ്ടെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയുന്ന മൂന്നാമത്തെ ലെവല്. ത്രിശക്തിയും ത്രിമൂർത്തി സങ്കല്പം അകത്തും പുറത്തും ഉണ്ടെന്നറിയുന്ന ലെവല്. അത് വളരെ ഉയർന്ന ലെവലാ. പിന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വരനായിട്ട് കാണുന്ന ഒരു ലെവല്, പ്രപഞ്ചത്തെ മുഴുവനും ഈശ്വരനായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ലെവല്. അതായത് കോസ്മിക് റിലീജിയൻ എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു റിലീജിയൻ സ്ഥാപിച്ചു അത്രേ 1932. പ്രപഞ്ചം തന്നെയാണ് ഈശ്വരൻ. പ്രകർഷേണ പഞ്ചീകൃതം യത് തത് പ്രപഞ്ച. ചൈതന്യവത്തായി പൃഥിവി, അപ്, തേജ, വായു, ആകാശം, പഞ്ചഭൂതങ്ങള് ഒരുമിച്ച് ചേർത്തതാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ള പ്രപഞ്ചത്തിൽ നിന്നാണ് പ്രപഞ്ചത്തില് എല്ലാ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. ആ പ്രപഞ്ചത്തെ ഈശ്വരനായിട്ട് കാണുന്ന അവസ്ഥ. പിന്നെ ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും നിലനിൽക്കുന്ന ജീവാത്മ പരമാത്മ ചൈതന്യം, അത് അഞ്ചാമത്തെ ലെവല്. അതൊരു ഋഷിവര്യന്റെ ലെവലാണ്. അവിടേക്കൊന്നും നമുക്ക് എത്താൻ സാധിക്കില്ല, ശ്രമിക്കുകയും വേണ്ട. പക്ഷെ അങ്ങനെ ഒരു ലെവലുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ അഞ്ചാമത്തെ ലെവലിലുള്ള ആത്മീയതയായി. ഇപ്പൊ ഞാനിപ്പോ 15 പോയിന്റുകൾ നിങ്ങളോട് പറഞ്ഞു. ഇത് യൂട്യൂബിൽ വേറെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഗ്രന്ഥങ്ങളുടെ ലെവല്. അത് കഥകളിലൂടെ, അനുഭവങ്ങളിലൂടെ, ഉപദേശങ്ങളിലൂടെ, ജീവിത സത്യങ്ങളിലൂടെ കാര്യങ്ങള്, ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥങ്ങള്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത ആചാരങ്ങൾ, അനാചാരങ്ങള്, ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങൾ, ദുരാചാരങ്ങള്, ഇവയെ മാറ്റി നിർത്തി മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് നന്മ വരുത്തുന്ന ആചാരങ്ങള്. പിന്നെ ആത്മീയതയുടെ ലെവലെടുത്താല് ശരിക്ക് നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാധാരണക്കാരന്റെ ആത്മീയത, സ്വയം ഉയരുന്ന അവതാരത്തിന്റെ ലെവലിലുള്ള ആത്മീയത. ശ്രീനാരായണ ഗുരുദേവനൊക്കെ ശരിക്ക് അവതാരമായിട്ട് മാറിയ ആത്മീയതയുടെ പ്രതീകമാണ്. അപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് തിരിച്ചറിഞ്ഞ ഋഷിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ചട്ടമ്പി സ്വാമികള്, ഇങ്ങനെ ധാരാളം പേരുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു. പിന്നെ ത്രിശക്തി ത്രിമൂർത്തി സങ്കല്പം നമ്മളിൽ തന്നെ അന്തർലീനമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന മൂന്നാമത്തെ ലെവല്. ഈ പ്രപഞ്ചത്തെ, പ്രപഞ്ചത്തിലുള്ള സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും ഭൂമിയെയും പർവ്വതത്തെയും നദികളെയും വൃക്ഷങ്ങളെയും വനത്തെയും വായുവിനെയും എല്ലാം ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായതുകൊണ്ട് അതിൽ ഈശ്വര ചൈതന്യത്തെ കാണാൻ സാധിക്കുന്ന ഒരു ആത്മീയത. പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയാണ് ഞാനും നിങ്ങളും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണുമ്പോൾ നമസ്തേ പറയുന്നത്. ഒരു ആനയെ കാണുമ്പോൾ ഈശ്വരീയമായിട്ട് നമുക്ക് തോന്നാൻ കാരണം അത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. ഓരോ ജീവജാലത്തിലും ജീവൻ ഇരിക്കുന്നു എങ്കിൽ ആ ജീവാത്മാവ് പരമാത്മാവിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും, എല്ലാ വൃക്ഷങ്ങളിലും, എല്ലാ സെലസ്റ്റിയൽ ബോഡീസിലും അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ടെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മ എന്ന ആ തത്വപ്രകാരം അവയെല്ലാം ആരാധ്യമാണ്, റെസ്പെക്റ്റബിൾ ആണ്, ഓണറബിൾ ആണ്. അതിനെ വർഷിപ്പബിൾ ആണ്. ഒരു റോങ് വേർഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതെല്ലാം ജീവാത്മാവിന്റെ പരമാത്മാവിന്റെയും മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനുമാണ്. അപ്പൊ അങ്ങനെ അണോരണീയാൻ മഹതോമഹീയാൻ
ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തു. അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും ജീവാത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യം ഏതാണോ ആ ചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ തമക്രതോ പശ്യതി വിദശോകോ ധാതുപ്രസാദാൻ മഹിമാനമീശം, അത് മനസ്സിലാക്കാൻ സാധിച്ചാൽ പിന്നെ ജീവിതത്തിൽ ദുഃഖം എന്നുള്ളതില്ല. ഇത് ഉപനിഷത്തിലെ വരികളാണ്. അത് 5ാമത്തെ ലെവലിലുള്ള ആത്മീയതയാണ്. ഇനിയുള്ള നമ്മുടെ പൈതൃകം പഠിക്കണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ സനാതന ധർമ്മം പഠിക്കണമെന്നുള്ളവർക്ക് ഗ്രന്ഥങ്ങളിലൂടെ പോകാം, ആചാരങ്ങളിലൂടെ പോകാം, ഈശ്വര സങ്കല്പത്തിലായ ആത്മീയതയിലൂടെ പോകാം. ഇതിലൊന്നിനും എനിക്ക് താല്പര്യമില്ല. സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജിലാണ് താല്പര്യമെങ്കിൽ നല്ല രീതിയിൽ ഞാൻ അടുത്ത കാലത്ത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. അടുത്ത 2-3 വർഷം മുമ്പ് ഓക്സ്ഫോർഡിലും പോയിരുന്നു. അവിടെ ധാരാളം വ്യക്തികൾക്ക് നമ്മുടെ മാത്തമാറ്റിക്കൽ ഹെറിറ്റേജിനോട് ഭയങ്കര താല്പര്യമുണ്ട്. നമ്മുടെ അസ്ട്രോണമിക്കൽ കൺസെപ്റ്റിനോടും വലിയ താല്പര്യമുണ്ട്. അപ്പൊ നമ്മുടെ അസ്ട്രോണമിയും മാത്തമാറ്റിക്സും അടങ്ങുന്ന സയന്റിഫിക് ഹെറിറ്റേജ് ഉണ്ട്. ഹെൽത്ത് സയൻസ്, ആയുർവേദം, യോഗ സയന്റിഫിക് ഹെറിറ്റേജ് ആണ്. നമ്മുടെ മെറ്റലർജി ആൻഡ് സെറാമിക്സ് ആൻഡ് ക്ലേ ഒരു 10,000 ഇയേഴ്സിന്റെ ഹെറിറ്റേജാണ് നമുക്കുള്ളത്. ദ ഓൾഡസ്റ്റ് കോപ്പർ, ബ്രോൺസ്, ബ്രാസ് ആർട്ടിഫാക്ട് എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത് BC 8275 75 ഉണ്ടാക്കിയതാണ്. BC 8275 ഉണ്ടാക്കിയ പ്യുവർ കോപ്പർ, ബ്രോൺസ് കാലിബംഗാൻ, ഭഗവാൻപുര, മെഹർഗർ, ചിഞ്ചുദാരോ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മെറ്റൽ മേക്കിംഗ്, അലോയ് മേക്കിംഗ് ടെക്നോളജി എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ ഫോർ ദ ലാസ്റ്റ് നോട്ട് ലെസ് ദാൻ 10,000 ഇയേഴ്സ്. നമ്മുടെ നോളജ് ഇൻ ദാറ്റ് ഏരിയ, നോളജ് ഇൻ ടെക്സ്റ്റൈൽസ് മേക്കിംഗ്, നോളജ് ഇൻ വൂൾ മേക്കിംഗ്, നോളജ് ഇൻ കളറിംഗ്, പെയിന്റിംഗ് ആൻഡ് കെമിസ്ട്രി, നോളജ് ഇൻ ഫിസിക്സ്, എവല്യൂഷൻ തിയറി തന്നെ പതഞ്ജലി മഹർഷി പറയുന്നത് ജാത്യന്തര പരിണാമ പ്രകൃത്യാപൂരാ, ജീവജാലങ്ങളുടെ പരിണാമം പ്രകൃതി നിയമമാണ്. ഗൗതമ മഹർഷി അത് പറഞ്ഞിരിക്കുന്നത്. ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിള് ഏകസമയേച്ച ഉഭയാൻ അനവധാരണം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർസീവ് 2 കോംപ്ലിമെന്ററി പ്രോപ്പർട്ടീസ് അറ്റ് എ ടൈം. ഇമ്പോസിബിൾ ടു പെർസീവ് 2 കോംപ്ലിമെന്ററി പ്രോപ്പർട്ടീസ് അറ്റ് എ ടൈം. അതിന് ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിള്. വീചി തരംഗന്യായേന ശബ്ദ ഉൽപ്പത്തി, ശബ്ദം ഉണ്ടാകുന്നത് തരംഗ രൂപത്തിലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞതാണ്. നമ്മുടെ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ മാത്തമാറ്റിക്കൽ ഹെറിറ്റേജിന്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ചത് ഇവിടെ തന്നെയാണ്. ചാപാച്ച തത്തഫലതോപി തദ്വത് ചാപാഹതദ്വ്യാധി ഹതത്രിമൗർവ്യ ലബ്ധാനി യുഗ്മാനി ബലാന്യതോദാപാദ യുഗ്മാനി ച വിസ്തരാർത്ഥ പിന്യസ്യ ചോപര്യുപരിത്യജേത് തച്ചേഷവും ഭുജാ കോടി ഗുണവും ഭവേതാം. ആകർഷണ ശക്തി ഭാരതീയരാ കണ്ടുപിടിച്ചത്. ആകൃഷ്ടി ശക്തിശ്ച മഹീതയായ ഖസ്തം ഗുരുസ്വാഭിമുഖം സുശക്തിയ ആകൃഷ്യതേ തത്പതീതി പാതി സമയ സമന്താത്വപതത്യയം ഘേ. ആകാശത്തിലുള്ള സോളിഡ് മെറ്റീരിയൽസിനെ ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഏതൊന്നാണോ ആകർഷിക്കപ്പെടുന്നത് അത് താഴെ വീഴുന്നു എന്ന് ഭാസ്കരാചാര്യർ രണ്ടാമൻ 1148 AD എഴുതിയ സിദ്ധാന്ത ശിരോമണി എന്ന പുസ്തകത്തിലെ 6ാം അധ്യായത്തിലെ 20ാമത്തെ വരിയാണ്. 20, 21, 22 വരികളാണ്. സൈൻ തീറ്റ, കോസ് തീറ്റ കേരളീയനായ പുതുമന സോമയാജി കരണപദ്ധതി എന്ന പുസ്തകത്തില് അതും 6ാമത്തെ അധ്യായത്തില് 27, 28 തിയറങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കമ്പൈൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ സയന്റിഫിക് ഹെറിറ്റേജ് കമ്പൈൽ ചെയ്തതിനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 1948 ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എനിക്ക് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന ബിരുദം നൽകിയത്. 1948 ശേഷം ഒരു സയന്റിസ്റ്റിനെ ഡീലിറ്റ് കൊടുത്തിട്ടുള്ളൂ ഇന്ത്യയിൽ. അത് വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയത് ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് സാൻസ്ക്രിറ്റിലുള്ളത് എഴുതി അതിന് കമന്ററി കൊടുത്ത മോഡേൺ സയൻസുമായിട്ട് കമ്പയർ ചെയ്തതിനാണ്. അപ്പൊ നമ്മുടെ സയന്റിഫിക് ഹെറിറ്റേജ് 5-6 മണ്ഡലങ്ങളിലുണ്ട്. വെപ്പൺസ് ഉണ്ടാക്കുന്നതുണ്ട്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്നതുണ്ട്, ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാനുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്, വിമാനതന്ത്രം വരെ ഇവിടെ വിവരിക്കുന്നു എന്ന് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞന്മാര് അതിൽ നിന്ന് പേറ്റന്റ് എടുത്തിട്ടുണ്ട്.
ഭരദ്വാജന്റെ യന്ത്ര സർവസ്വം 140 അധ്യായങ്ങളുള്ള പുസ്തകം ഇന്നും അവൈലബിൾ ആണ്. IIT-കളിൽ അതിന്റെ റിസർച്ച് നടക്കുന്നു. അപ്പൊ ആ വിഷയത്തിലാണ് താല്പര്യമുള്ളവര് ഹിന്ദുധർമ്മം അതിലൂടെ പഠിക്കാം. അപ്പൊ 4 മാർഗങ്ങളിലൂടെയാണ് ഹിന്ദുധർമ്മം പഠിക്കുക. 1 ഇന്ത്യൻ ലിറ്ററേച്ചർ, 2 ഇന്ത്യൻ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്, 3 ഇന്ത്യൻ സ്പിരിച്വാലിറ്റി, 4 ഇന്ത്യൻ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജ്. ഈ 4 വഴിയിലൂടെ ഹിന്ദുധർമ്മം പഠിക്കാനും യൂട്യൂബില് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഇതിനുള്ള ധാരാളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 130ഓളം പുസ്തകങ്ങളുണ്ട്. എല്ലാ നോളജും ഞാൻ ഉദ്ദേശിച്ചത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പാകത്തിലുള്ള ലെവലിലുള്ള നോളജ് CD-കളായിട്ടും DVD-കളായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. പെൻഡ്രൈവുകളായിട്ടുണ്ട്. എല്ലാ വേദങ്ങളും കൊടുത്തു. ഇതെല്ലാം www.IISH ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് IISH.org എന്ന വെബ്സൈറ്റില് ഡൗൺലോഡബിൾസിൽ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ കണക്ഷൻ ഉണ്ട് വെബ്സൈറ്റുമായിട്ട്. ഇത് നിങ്ങൾ എല്ലാവരും പഠിക്കണം. അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കണം, ഞാൻ ഭാരതത്തിന്റെ പുത്രനാണ്. സനാതന ധർമ്മത്തിലെ ഋഷിവര്യന്മാരുടെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉള്ളവനാണ്. ആ ഋഷിവര്യന്മാർ തന്ന ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും ജീവിതത്തിൽ പകർത്തുന്ന വ്യക്തിയാണെന്ന് പറയാൻ ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ ലോകത്തില് എവിടെ സനാതന ധർമ്മത്തിന്റെ സമ്മേളനങ്ങളോ ശിബിരങ്ങളോ നടത്തുകയാണെങ്കിലും ഇന്ന് ഇതിലൂടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ കേൾപ്പിക്കാം. അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. മലയാളികൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓർമ്മിക്കാം, എല്ലാം സ്വീകരിക്കാൻ തയ്യാറായ ഹൈന്ദവ ജനതയുടെ രക്തമുള്ളവരാ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അഭിമാനവും നമ്മളെക്കുറിച്ചുള്ള ആ ആത്മസംതൃപ്തിയുമില്ലെങ്കിൽ മറ്റൊരുവൻ നമ്മളെ ബഹുമാനിക്കില്ല. ആദ്യം നമ്മൾ ഭാരതീയരാണ്, രണ്ടാമതും നമ്മൾ ഭാരതീയരാണ്, മൂന്നാമതും നമ്മൾ ഭാരതീയരാണ്. ആ ഭാരതീയത എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗവും കൂടിയാണ്. I am an Indian first, I am an Indian second, and I am an Indian third. That Indianness contains our culture. എന്നുകൂടി മനസ്സിലാക്കി നല്ലവണ്ണം പഠിച്ച് ആധുനികമായ എല്ലാ നന്മകളും സ്വീകരിച്ച് പുരാതനമായ എല്ലാ നന്മകളും കൈവിടാതെ, പുരാതനമായ ഒരു നന്മയും കൈവിടാതെ ധന്യമായി ഒരു ഹിന്ദു എന്ന അഭിമാനത്തോടുകൂടി പറഞ്ഞ്, അഭിമാനത്തോടുകൂടി പഠിക്കാനുള്ളത് പഠിച്ച്, അഭിമാനത്തോടുകൂടി പഠിപ്പിക്കാനുള്ളത് പഠിപ്പിച്ച് ധന്യമായി ജീവിക്കാൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് ഭാരതീയരും ഭാരതത്തെ സ്നേഹിക്കുന്നവരെയും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് സഹനാവവതു, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. സഹനവും പുനക്തു, കർമ്മബലം ഒരുമിച്ച് അനുഭവിക്കാം. സഹവീര്യം കരവാവഹൈ, ഒരുമിച്ച് പ്രവർത്തിക്കാം. തേജസ്വിനാവധീതമസ്തു, നമുക്ക് തേജസ്വികളായി തീരാം. മാ വിദ്വിഷാവഹൈ, ഒരു വിദ്വേഷവുമില്ലാത്ത ഒരു ജീവിത ശൈലി. ആനോഭദ്രാഹ ക്രതവോ എന്ത് വിശ്വത, നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും അത് സ്വീകരിച്ചുകൊണ്ട് ധന്യമായി യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ഹൈന്ദവ സമ്മേളനത്തില് പങ്കെടുക്കുന്ന ഡർബിയില്, UK-യിലെ ഡർബിയിലെ ഹൈന്ദവ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഞാൻ പ്രണാമമർപ്പിക്കുന്നു. അടുത്ത വർഷത്തെ നിങ്ങളുടെ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഗോപാലകൃഷ്ണൻ ഉണ്ടാകും എന്നും വാക്ക് തരുന്നു. ഈ വർഷം വരാൻ പറ്റാത്തത് വളരെ വളരെ മുമ്പ് തന്നെ ഈ ദിവസങ്ങളിൽ എല്ലാ പരിപാടികളും ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം പോലും സ്പെയർ ചെയ്യാനില്ലാത്തത് കൊണ്ട് മാത്രമാണ് വരാത്തത് എന്നുകൂടി അറിയിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.